സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ 3rd ചാപ്റ്ററായ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും, അതായത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിന്റെ പേരെന്താണ്? റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിയാശീല ശ്രേണി. റിയാക്ടിവിറ്റി സീരീസ് എന്താ പറയുക? ക്രിയാശീല ശ്രേണിയും ഇലക്ട്രോ കെമിസ്ട്രി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വൈദ്യുത രസതന്ത്രം. അപ്പോൾ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. ഓക്കെ, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രം. വൈദ്യുത രസതന്ത്രം. യെസ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്ററായ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്ററുമായി താരതമ്യം ചെയ്താൽ ഇത് സിമ്പിളായ ചാപ്റ്ററാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്, അല്ലെ? എന്തൊക്കെയാ? റിയാക്ടിവിറ്റി സീരീസ്. ഒന്നാമത്തെ റിയാക്ടിവിറ്റി സീരീസ് ആണ്. രണ്ടാമത്തെ ഭാഗം എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോ നമ്മൾ ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും നാശനം സംഭവിക്കുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഈ സ്വർണ്ണാഭരണങ്ങൾ കുളിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അലക്കുമ്പോഴും വാഷ് ചെയ്യുമ്പോഴും ഒന്നും തന്നെ എപ്പോഴും എന്താണ്, നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറുണ്ട്. പക്ഷെ അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതേസമയം ഒരു ഇരുമ്പാണി അയൺ നെയിൽ കുറെ ദിവസം നിങ്ങൾ പുറത്തു വെച്ചാൽ അതിനെന്ത് സംഭവിക്കുന്നു? യെസ്, നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയും എന്താണ്? ഇരുമ്പാണി തുരുമ്പിച്ചു. ഓക്കെ, യെസ്, അത് റസ്റ്റിങ്ങിന് വിധേയമായി. ഓക്കെ, റസ്റ്റിംഗ്, തുരുമ്പിച്ചു. അതായത് ഇരുമ്പിന് നാശനം സംഭവിച്ചു. ഇരുമ്പ് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായും ഈർപ്പവുമായും ഒക്കെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് റിയാക്ട് ചെയ്ത് അത് അയൺ ഓക്സൈഡായി മാറി. അതാണ് തുരുമ്പ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗോൾഡിന്റെയും ഇരുമ്പ്, അതായത് അയണിന്റെയും വായുവുമായിട്ടുള്ള റിയാക്ടിവിറ്റി ഓക്കെ ഒരുപോലെയല്ല. അതായത് ഗോൾഡ് വായുവുമായി, എയറുമായി, അല്ലെങ്കിൽ എയർ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. പക്ഷേ അയൺ അങ്ങനെയാണോ? ഇരുമ്പ് അങ്ങനെയാണോ? അത് അറ്റ്മോസ്ഫിയറിലെ, അന്തരീക്ഷത്തിലെ ഓക്സിജനുമായും ഈർപ്പം, വാട്ടറുമായും ഒക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ പറയും പാചകം ചെയ്യാൻ അലുമിനിയം പാത്രങ്ങൾ, കുക്കിങ്ങിന് അലുമിനിയം പാത്രങ്ങൾ അത്ര നല്ലതല്ല എന്ന് പറയും. എന്തായിരിക്കും ഇതിനുള്ള കാരണം? അപ്പോ അലൂമിനിയം
ഈ എന്താണ് വിനാഗിരി, നമുക്കറിയാം വിനാഗിരിയിലുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. ഓക്കെ, അതുപോലെ പുളി, വിനാഗിരിയിലും ഈ പുളിയിലുമൊക്കെയുള്ള പുളിവെള്ളത്തിലുമൊക്കെയുള്ള ആസിഡുകളുമായി റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സംയുക്തങ്ങൾ കോമ്പൗണ്ട്സ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് നമുക്ക് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. അതുകൊണ്ടാണ് കുക്കിങ്ങിന്, പാചകം ചെയ്യാൻ സ്റ്റീൽ പാത്രങ്ങൾ കൂടുതലായും ഉപയോഗിക്കാനുള്ള കാരണം. യെസ്, ഒരു കാര്യം വ്യക്തമാണ്. ചില മെറ്റൽസ്, ചില ലോഹങ്ങൾ വായുവുമായി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. ചില മെറ്റൽസ് ജലവുമായി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. ചില മെറ്റൽസ് ആസിഡുമായി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോ നമുക്കറിയാവുന്ന എലമെന്റ്സിൽ, മൂലകങ്ങളിൽ 85 പരം എലമെന്റ്സ്, മൂലകങ്ങൾ, മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. എന്നാൽ അവയുടെ റിയാക്ടിവിറ്റി, അതായത് രാസപ്രവർത്തന ശേഷി വ്യത്യസ്തമാണ്. ഓക്കെ, more than 85 elements are known to us, are metals. Okay, but their chemical reactivities are different. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായി പഠിക്കാൻ പോകുന്നത് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി, ലോഹങ്ങളുടെ ക്രിയാശീലം, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള കഴിവ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈദ്യുത രസതന്ത്രം ആണ്. ഓക്കെ, we use different kinds of batteries to work electronic equipments. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ വിവിധ തരം ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യാനും, ഇൻവേർട്ടർ വർക്ക് ചെയ്യാനും, കാറിലുമൊക്കെ നമ്മൾ വിവിധ തരം ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ബാറ്ററികൾ റീചാർജബിൾ ആണ്, അതായത് ചാർജ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റും. മറ്റ് ചിലത് റീചാർജബിൾ അല്ല. ഓക്കെ, ഒരിക്കൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അല്ലെങ്കിൽ ഉപയോഗ ശൂന്യമായി തീരുന്നു. അപ്പോൾ ഈ ബാറ്ററിയിൽ ധാരാളം കെമിക്കൽസ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ ബാറ്ററിയിൽ സംഭവിക്കുന്നത് എന്താണ്? അപ്പോ ഈ ബാറ്ററിയിൽ സംഭവിക്കുന്നത് അപ്പൊ എന്താ? കെമിക്കൽ എനർജി, ഒന്നുകിൽ കെമിക്കൽ എനർജി എന്തായിട്ട് മാറ്റപ്പെടുന്നു? ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റപ്പെടുന്നു. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അല്ലെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഓക്കെ, അപ്പോ ബാറ്ററിയിൽ ഒന്നുകിൽ എന്താ? കെമിക്കൽ എനർജി, രാസോർജം, ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജമായി മാറുന്നു. അല്ലെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി
അതായത് വൈദ്യുത ഊർജം കെമിക്കൽ എനർജി രാസോർജമായിട്ട് മാറുന്നു. ഓക്കെ, അതായത് ഇപ്പൊ ബാറ്ററിയില് 2 ടൈപ്പ് ചേഞ്ചസ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ the conversion of chemical energy into electrical energy or electrical energy into chemical energy, ഒന്നുകിൽ രാസോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഈ ചാപ്റ്ററിലെ അല്ലെ സെക്കൻഡ് പാർട്ട് ഇലക്ട്രോ കെമിസ്ട്രി. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? എന്താണ് വൈദ്യുത രസതന്ത്രം? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വൈദ്യുത രസതന്ത്രം. ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the interconversion of chemical energy into electrical energy or electrical energy into chemical energy. ഒന്നുകൂടി ഞാൻ പറയുന്നു, please listen. Electrochemistry is the branch of chemistry which deals with the interconversion of chemical energy into electrical energy or electrical energy into chemical energy. വൈദ്യുത രസതന്ത്രം എന്നത് ഒരു രസതന്ത്ര ശാഖയാണ്. ഇതിൽ പ്രതിപാദിക്കുന്നത് വൈദ്യുതോർജവും രാസോർജവും തമ്മിലുള്ള ബന്ധമാണ്. അതായത് എങ്ങനെ നമുക്ക് വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റാം, എങ്ങനെ രാസോർജത്തെ നമുക്ക് വൈദ്യുതോർജമാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. The main objectives of this unit. Number one, first objective, to formulate reactivity series by comparing the chemical reactivity of metals. To formulate reactivity series by comparing chemical reactivity of metals. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ ഇതെങ്ങനെ പറയാം? ലോഹങ്ങളുടെ പ്രവർത്തനശേഷിയുടെ അടിസ്ഥാനത്തിൽ, ലോഹങ്ങളുടെ റിയാക്ടിവിറ്റി പ്രവർത്തനശേഷിയുടെ അടിസ്ഥാനത്തിൽ ക്രിയാശീല ശ്രേണി രൂപീകരിക്കുക. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ദ മെയിൻ ഒബ്ജക്റ്റീവ്. ഇനി നമുക്ക് നോക്കാം ദ സെക്കൻഡ് ഒബ്ജക്റ്റീവ്. Please listen. To find out the different types of chemical reactions of metals. The second objective, to find out the different type of chemical reaction of metals. Chemical reaction of metals. അപ്പോൾ എന്താണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്? ലോഹങ്ങളുടെ രാസപ്രവർത്തന ശേഷിയുടെ അടിസ്ഥാനത്തിൽ, ലോഹങ്ങളുടെ പ്രവർത്തന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിവിധ രാസപ്രവർത്തനങ്ങൾ വിശദീകരിക്കുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ആൻഡ് തേർഡ് വൺ, ടു എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് മെറ്റൽസ് ബേസ്ഡ് ഓൺ their chemical reactivity. To explain the use of metals on the basis of its chemical reactivity. അതായത്
ലോഹങ്ങളുടെ ഉപയോഗങ്ങൾ അവയുടെ കെമിക്കൽ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ പറയുക, അടിസ്ഥാനത്തിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക. ഓക്കെ, ലോഹങ്ങളുടെ ഉപയോഗങ്ങൾ അവരുടെ രാസപ്രവർത്തന ശേഷിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും വിശദീകരിക്കുകയും ചെയ്യുക. ഇതാണ് ഈ ചാപ്റ്ററിലെ പ്രധാന ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ചാപ്റ്ററിലെ മെയിൻ പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് മെറ്റൽസിന്റെ റിയാക്ഷൻസിനെ കുറിച്ചാണ്, ലോഹങ്ങൾ ഏർപ്പെടുന്ന രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അപ്പൊ വ്യത്യസ്ത ലോഹങ്ങൾ പങ്കെടുക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോഹങ്ങളുടെ റിയാക്ടിവിറ്റി, ക്രിയാശീലം, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, താരതമ്യം ചെയ്യാൻ പറ്റും. ഏത് മെറ്റലാണ് മോർ റിയാക്റ്റീവ്, ഏത് മെറ്റലാണ് ലെസ് റിയാക്റ്റീവ്, വാട്ടറുമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണ്, ഓക്സിജനുമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണ്, അല്ലെങ്കിൽ ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ഏതാണ്, റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണ്, തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. നമ്പർ 1, റിയാക്ഷൻ വിത്ത് വാട്ടർ. റിയാക്ഷൻ വിത്ത് വാട്ടർ. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ആക്ടിവിറ്റി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആക്ടിവിറ്റി ഞാൻ പറയാം. എ സിമ്പിൾ ആക്ടിവിറ്റി, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ 3 ബീക്കറുകൾ എടുത്തു. 3 ബീക്കറുകൾ എടുത്തു. 3 ബീക്കറിലും ഈക്വൽ എമൗണ്ട്, തുല്യ അളവ് ജലമെടുത്തു. ഓക്കെ, 3 ബീക്കർ എടുത്തു. 3 ബീക്കറിലും ഞാൻ തുല്യ അളവ് ജലം, വാട്ടർ എടുത്തു. എന്നിട്ട് ഒന്നാമത്തെ ബീക്കറിലെ വാട്ടറിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം സോഡിയം മെറ്റൽ, സോഡിയത്തിന്റെ സിമ്പൽ എന്താ, Na, നമുക്കറിയാം, സോഡിയം മെറ്റൽ ആഡ് ചെയ്തു. രണ്ടാമത്തെ ബീക്കറിലെ വാട്ടറിലേക്ക് മെഗ്നീഷ്യം മെറ്റൽ, ഒരു ചെറിയ കഷ്ണം മെഗ്നീഷ്യം മെറ്റൽ ആഡ് ചെയ്തു. ഈ മൂന്നാമത്തെ ബീക്കറിലെ വാട്ടറിലേക്ക് ഞാൻ ചെറിയ കഷ്ണം കോപ്പർ മെറ്റൽ ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഓർക്കുക, ഇത് 3 നോർമൽ വാട്ടർ ആണ്, സാധാരണ കോൾഡ് വാട്ടർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് നമ്മൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത്, എന്താണ് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ഇത് സോഡിയവും വാട്ടറും തമ്മിലുള്ള, ജലവും തമ്മിലുള്ള റിയാക്ഷൻ. ഓക്കെ, സോഡിയവും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ, സോഡിയവും ജലവും തമ്മിലുള്ള റിയാക്ഷൻ ഓക്കെ വളരെ വളരെ തീവ്രതയോടുകൂടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുക സോഡിയവും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ. സോഡിയം എന്ത് ചെയ്യുന്ന പറയും, വളരെ ഫാസ്റ്റായിട്ട് ഈ എന്താ പറയുക ജലനിരപ്പിൽ കൂടി സോഡിയം ഓടി നടന്ന് വളരെ വേഗത്തിൽ പ്രവർത്തിച്ച് ഇല്ലാതാവുന്നതായിട്ട് കാണാം. ഓക്കെ, സോഡിയം ഇങ്ങനെ വാട്ടറിന്റെ സർഫസ് കൂടി ഓടി നടക്കും, ഇത് വളരെ വളരെ വേഗത്തിൽ പ്രവർത്തിച്ചിട്ട് സോഡിയം മെറ്റൽ ഇല്ലാതാക്കുന്നു. We can say sodium reacts vigorously with water. Okay, sodium metal reacts vigorously with water. അതായത് സോഡിയം വാട്ടറുമായി എന്ത് ചെയ്യുന്നു, വളരെ തീവ്രമായി പ്രവർത്തിക്കുന്നു. ഓക്കെ, വളരെ തീവ്രമായി പ്രവർത്തിക്കുന്നു, തീവ്രമായി പ്രവർത്തിക്കുന്നു. സോഡിയം മെറ്റൽ റിയാക്ട് വിഗറസ്ലി വിത്ത് വാട്ടർ.
ഓക്കെ. അപ്പോൾ പക്ഷെ മെഗ്നീഷ്യത്തിന്റെ കേസ് അങ്ങനെയാണോ? ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ആ മെഗ്നീഷ്യം മെറ്റൽ സാവധാനത്തിൽ മാത്രം, കുറഞ്ഞ തീവ്രതയോട് കൂടി മാത്രമാണ് വാട്ടറുമായി ജലവുമായി റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ സോഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം മെഗ്നീഷ്യം റിയാക്ട്സ് സ്ലോലി വിത്ത് വാട്ടർ. അപ്പൊ വാട്ടറുമായി സാവധാനത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കുറഞ്ഞ തീവ്രതയോട് കൂടിയാണ് മെഗ്നീഷ്യം മെറ്റൽ പ്രവർത്തിക്കുന്നത്. മെഗ്നീഷ്യം വാട്ടറുമായി സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോ മെഗ്നീഷ്യത്തിന്റെ റിയാക്ടിവിറ്റി, രാസപ്രവർത്തന ശേഷി സോഡിയം മെറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. യെസ്. ഓക്കെ. യെസ്. അടുത്തത് എന്താണ്? കോപ്പർ ആണ്. ഓക്കെ. കോപ്പർ വാട്ടറുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. Copper does not react with water. Copper. CuL. Copper symbol. No reaction. Copper വാട്ടറുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ നിരീക്ഷിക്കാൻ പറ്റുന്നത്. ഓക്കെ. അതായത് സോഡിയം മെറ്റൽ വാട്ടറുമായി വളരെ തീവ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു. സോഡിയം മെറ്റൽ റിയാക്ട്സ് വിഗറസ്ലി വിത്ത് വാട്ടർ. മെഗ്നീഷ്യം മെറ്റൽ reacts slowly with water, and copper metal does not react with water. ഓക്കെ. സോഡിയം വാട്ടറുമായി വളരെ തീവ്രമായി പ്രവർത്തിക്കുന്നു. മെഗ്നീഷ്യം വാട്ടറുമായി ജലവുമായി സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. കോപ്പർ ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഈ പരീക്ഷണത്തിൽ നിന്നും, ഈ എക്സ്പെരിമെന്റിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അപ്പൊ മെറ്റലും വാട്ടറും തമ്മിലുള്ള, ലോഹങ്ങളും ജലവും തമ്മിലുള്ള റിയാക്ഷനിൽ നിന്നും, പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓക്കെ. ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് all the metals, the chemical reactivity of all the metals with water are different or are not the same. വ്യത്യസ്ത ലോഹങ്ങൾക്ക് ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ഓക്കെ. ഈച്ച് മെറ്റൽ ഈസ് different in its capacity to react. ഓരോ മെറ്റലിനും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് എന്താണ്? വ്യത്യസ്തമാണ്. ഓക്കെ. അപ്പോ ഈ നമുക്ക് നോക്കാം, ഈ റിയാക്ഷൻ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. മെറ്റൽ അല്ലേ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാ ഉണ്ടാവുന്നേ? അവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. മെറ്റൽ ഹൈഡ്രോക്സൈഡിനെ കൂടാതെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവുന്നു. ഹൈഡ്രജൻ ഗ്യാസ്, അതായത് ഫോർ എക്സാമ്പിൾ സോഡിയം മെറ്റൽ, സോഡിയത്തിന്റെ സിമ്പൽ Na അല്ലേ? വാട്ടർ H2O. സോഡിയം H2മായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. പിന്നെ എന്തുണ്ടാവും? H2 ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ക്വസ്റ്റ്യൻ എന്താണ്? സോഡിയം മെറ്റൽ വാട്ടറുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? വാതകം ഏതാണ്? എന്താണ് ആൻസർ? എന്താ? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ. നമുക്ക് ഇക്വേഷനെ നമുക്ക് ബാലൻസ് ചെയ്യാം. ഓക്കെ. അപ്പോ നോക്കുക, ഇവിടെ
2 + 1 3 ഹൈഡ്രജൻ ആണുള്ളത്, ഇവിടെ 2 ഹൈഡ്രജൻ ആണുള്ളത്. ഞാൻ ഹൈഡ്രജന്റെ എണ്ണം ഈക്വൽ ആക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ 2 + 1 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ 3a ആദ്യം 2വിനെ നമുക്ക് എന്ത് ചെയ്യാം, 4 ആക്കി മാറ്റാം. അപ്പോൾ 3aയും നിങ്ങൾ എന്ത് ചെയ്യണം, 4 ആക്കണം. അപ്പോൾ 2 × 2 4. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 + 1 3 ഹൈഡ്രജൻ. അപ്പോൾ ഞാൻ ഇവിടെ 2 എഴുതി കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ 2H 2 ഹൈഡ്രജൻ ആറ്റം പ്ലസ് ഹിയർ 2 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ. ഇവിടെ 2 × 2 4 ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം ഈക്വലായി. പക്ഷെ സോഡിയത്തിന്റെ എണ്ണം ഈക്വൽ ആണോ? ഇവിടെ 2 സോഡിയം, ഇവിടെ 1 സോഡിയം. അപ്പോൾ ഇവിടെ നമുക്ക് 2Na എന്ന് എഴുതാം. അപ്പോൾ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. സോഡിയത്തിനെ പോലെ റിയാക്ടിവിറ്റി കൂടിയ, രാസപ്രവർത്തന ശേഷി കൂടിയ വേറൊരു മെറ്റലാണ് പൊട്ടാസ്യം. അപ്പോൾ പൊട്ടാസ്യത്തിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. പൊട്ടാസ്യം സിമ്പൽ എന്താ? K. 2K + 2H2O gives 2KOH + H2. പൊട്ടാസ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഓക്കെ, ഇവിടെ വാട്ടറുമായിട്ട് റിയാക്ടിവിറ്റി കൂടിയ, വാട്ടറുമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാ? സോഡിയമാണ് അല്ലേ? ഈ പറഞ്ഞ എക്സാം സോഡിയം. സോഡിയം ഈസ് മോർ റിയാക്റ്റീവ്. സോഡിയത്തിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് മഗ്നീഷ്യത്തിന് അല്ലേ? മഗ്നീഷ്യത്തിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് കോപ്പറിന്. കോപ്പർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 മെറ്റലിന്റെ, സോഡിയം, മഗ്നീഷ്യം, കോപ്പർ എന്നീ മെറ്റലിന്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ, രാസപ്രവർത്തന ശേഷിയുടെ എന്താണ്, കുറഞ്ഞു വരുന്ന ക്രമം ഇതാണ്. സോഡിയം ആണ് രാസപ്രവർത്തന ശേഷി കൂടിയ മെറ്റൽ, കൂടിയ ലോഹം. കോപ്പർ ആണ് റിയാക്ടിവിറ്റി, രാസപ്രവർത്തന ശേഷി, ക്രിയാശീലം ഏറ്റവും കുറഞ്ഞ മെറ്റൽ. ഈ എക്സ്പെരിമെന്റ്, ഇതേ പരീക്ഷണം നമുക്ക് ഹോട്ട് വാട്ടർ വെച്ച്, നേരത്തെ നമ്മൾ എടുത്തത് കോൾഡ് വാട്ടർ, തണുത്ത ജലമാണല്ലോ. ഇവിടെ നമുക്ക് ഹോട്ട് വാട്ടർ, ചൂടുള്ള ജലം എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 ബീക്കർ, അത് ഒന്നിൽ മഗ്നീഷ്യം ആഡ് ചെയ്തു, മറ്റേത് കോപ്പർ ആഡ് ചെയ്തു. ഓക്കെ, സോഡിയം ആണെങ്കിൽ അത് ഓൾറെഡി ഹൈലി റിയാക്റ്റീവ് ആണ്, രാസപ്രവർത്തന ശേഷി കൂടിയ മെറ്റലാണ്, ലോഹമാണ്. അത് തണുത്ത ജലവുമായിട്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഡിയത്തിന് ആവശ്യം, സോഡിയം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട് എന്താണ്, വളരെ ഫാസ്റ്റ്, വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി വളരെ കൂടിയ വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. മഗ്നീഷ്യം റിയാക്ട്സ് വെരി ഫാസ്റ്റ് വിത്ത് ഹോട്ട് വാട്ടർ. പക്ഷെ കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ ഓൾസോ. അപ്പൊ കോപ്പർ എന്താണ്, കോൾഡ് വാട്ടർ, തണുത്ത ജലവുമായിട്ടും പ്രവർത്തിക്കുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. കോപ്പർ ഹോട്ട് വാട്ടർ, ചൂടുള്ള ജലവുമായും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ റിയാക്ടിവിറ്റിയുടെ ഓർഡർ അല്ലേ എന്താണ്, അത് തന്നെയാണ്. സോഡിയമാണ് മോർ റിയാക്റ്റീവ്, ദെൻ മഗ്നീഷ്യം, ദെൻ ലെസ് റിയാക്റ്റീവ് ഈസ് കോപ്പർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പട്ടിക പൂർത്തീകരിക്കാം. യു ക്യാൻ കംപ്ലീറ്റ് ദ ടേബിൾ. ഫസ്റ്റ് കോളം മെറ്റൽ, ലോഹം, ദെൻ ഈ കോളം തണുത്ത ജലത്തിൽ, ഓക്കെ, ഇൻ ഹോട്ട് വാട്ടർ, ചൂടുള്ള ജലത്തിൽ. നമുക്കറിയാം സോഡിയം റിയാക്ട് വിഗറസ്ലി ഇൻ കോൾഡ് വാട്ടർ അല്ലേ, റിയാക്ട് വിഗറസ്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ ചൂടുള്ള ജലത്തിൽ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഭാഷ പറഞ്ഞാൽ വളരെ തീവ്രമായി, കൂടിയ തീവ്രതയോടുകൂടി പ്രവർത്തിക്കും, തീവ്രമായി പ്രവർത്തിക്കുന്നു അല്ലെ, തീവ്രമായി പ്രവർത്തിക്കുന്നു. ഓക്കെ, അടുത്തത് ഏതാ? മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം
കോൾഡ് വാട്ടറുമായി തണുത്ത ജലവുമായി വളരെ സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം സ്ലോ റിയാക്ഷൻ. സ്ലോ റിയാക്ഷൻ അല്ലെ, സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഹോട്ട് വാട്ടറിൽ മഗ്നീഷ്യം റിയാക്റ്റീവ് ആണ്, അതായത് നന്നായി പ്രവർത്തിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എഴുതാം അല്ലെ, നന്നായി പ്രവർത്തിക്കുന്നു. അടുത്തത് ലാസ്റ്റ് വൺ ഏതാ? കോപ്പർ ആണ് അല്ലെ. കോപ്പർ കോൾഡ് വാട്ടറുമായും ഹോട്ട് വാട്ടറുമായും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? നോ റിയാക്ഷൻ എന്ന് എഴുതാം അല്ലെ. നോ റിയാക്ഷൻ, പ്രവർത്തനമില്ല. നമ്മുടെ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം പ്രവർത്തനമില്ല എന്ന് എഴുതാം. ഇവിടേക്ക് എഴുതാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ എഴുതുന്നു കേട്ടോ, പ്രവർത്തനമില്ല എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ടേബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ കണ്ടെത്താം. ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ arrange these metals in the decreasing order of the reactivity. അതായത് സോഡിയം, മഗ്നീഷ്യം, കോപ്പർ എന്നീ ലോഹങ്ങളെ അവയുടെ പ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതുക. അതുകൊണ്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, പ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് എഴുതേണ്ടത്. സോഡിയമാണ് മോർ റിയാക്റ്റീവ് അല്ലേ, അത് നമുക്ക് മനസ്സിലായി. മഗ്നീഷ്യം ലെസ് റിയാക്റ്റീവ്, കോപ്പർ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മെറ്റൽസ്, ലോഹങ്ങളും വായു, ഓക്സിജനും തമ്മിലുള്ള പ്രവർത്തനമാണ്. ഓക്കെ, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.